കണ്ണൂർ ചാലക്കുന്നിൽ അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ചാലക്കുന്നിൽ ഈ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനിടെ മണ്ണ് ഇടിഞ്ഞു വീഴുകയും അത് കണ്ട് പിന്നോട്ടേക്ക് ഓടുന്നതിനിടയിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കണ്ണിലേക്ക് കമ്പി കയറി ആ തൊഴിലാളി മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ നടക്കുകയാണ്. അതിനിടയിലാണ് ചാലക്കുന്നിലും ഇത്തരത്തിലുള്ള ഒരു ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. ജാർഖണ്ഡ് സ്വദേശിയായ ബിയാസ് ഓറോൻ ആണ് മരിച്ചത്. ഈ പാതയ്ക്ക് കോൺക്രീറ്റ് ഭിത്തി കെട്ടുന്നതിനിടെയാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ഈ കാലവർഷം എത്തിയതോടുകൂടി ഈ പ്രവർത്തനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ചാലക്കുന്ന് എന്ന് പറയുന്നത് വലിയ ഉയരത്തിലുള്ള ഒരു പ്രദേശം. ആ ഉയരത്തിലുള്ള പ്രദേശത്തെ താഴ്ത്തിക്കൊണ്ടാണ് ഈ ഭാഗത്ത് ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടക്കുന്നതിനിടെയാണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വലിയ ഉയരത്തിലേക്ക് സംരക്ഷണ ഭിത്തി കെട്ടിപ്പൊക്കുകയാണ് ഇവിടെ. അതിനിടയിലാണ് ഈ ദുരന്തം നടന്നത്. ഈ ഏതാണ്ട് ഒരു കുറച്ച് ഭാഗം മാത്രമേ ഇനി ഈ ഭിത്തി കെട്ടാനുള്ളൂ. വലിയ വോള് കെട്ടുന്ന വോള് കെട്ടിയിരുന്ന എല്ലാ ഹൈറ്റിൽ കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പറഞ്ഞാൽ പിന്നെ ജെല്ലി ഇടാൻ വേണ്ടി ഇന്ന് ജെല്ലി ഇട്ടിരിപ്പോൾ ഒരു 1:30-2 മണിക്കെല്ലാം ജെല്ലി ഇടുന്നുണ്ട്. അന്നേരം ആ ജെല്ലി ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അന്നേരം അന്ന് ചെവിടി മണ്ണില്ലേ, ചെവിടി മണ്ണ് ഇടിഞ്ഞതാണ്. അത് ഈ എന്നിട്ട് കമ്പീൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഇവ കുടുങ്ങിപ്പോയതാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇടിയാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. സൈഡ് അങ്ങനെ ചെയ്ത് ഇങ്ങെത്തി. എന്നിട്ട് ആ ഇടിയാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഇതാണ്. ഇപ്പോൾ ദേശീയപാതയിൽ ഇപ്പോൾ മൊത്തത്തിലെല്ലാം പ്രശ്നങ്ങളാണല്ലോ, അതിലിടക്കാണ് അതും വന്നത്. ഇത് സത്യത്തിൽ ഇത് സൈഡ് ഭിത്തി സംരക്ഷണ ഭിത്തിയാണ്. അതിനിടയിലാണ് ഈ ദുരന്തം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദേശീയപാത അധികൃതർ പറയുന്നത് ഈ പ്രവർത്തികളൊക്കെ ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. വിശ്വസമുദ്രയാണ് ഈ ഭാഗത്തെ പ്രവൃത്തിയൊക്കെ നടത്തുന്നത്. എന്തായാലും അതിനിടയിൽ ഈ ദുരന്തമുണ്ടായത് ഈ പ്രവർത്തനങ്ങളെ ആകെ ഒരു ബാധിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഭിത്തി കെട്ടാതെ വച്ചാൽ അത് ഇടിയും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് മഴ ശക്തമാകുന്നതിന് മുമ്പ് ഈ പ്രവർത്തികളൊക്കെ തന്നെ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കമാണ് ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ രാത്രി അത്ര വ്യക്തമല്ലെങ്കിൽ കൂടി ഈ ഒരു വലിയ ഉയരത്തിൽ 2-3 ആളുടെ ഉയരത്തിലുള്ള കോൺക്രീറ്റാണ് ഇവിടെ വരുന്നത്. അതിനിടയിലാണ് ഈ ഇതിനിടയിലേക്ക് സിമെൻറ്റും ജെല്ലിയും ഒക്കെ നിറക്കുന്നതിനിടയിലാണ് ഈ മണ്ണ് ഇളകുന്നത് പോലുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ചാലക്കുന്ന് എന്ന് പറയുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഇത്രയും നല്ല ഉറപ്പുള്ള ഈ സ്ഥലത്തിന് അവിടുന്ന് ഇങ്ങോട്ട് പാലം വന്നിട്ടുണ്ട്. ചാല അമ്പലത്തിൻ്റെ അടുക്കും പാലമുണ്ട്. അത് രണ്ടും കൂടി ഇവിടെ മുട്ടിച്ചാൽ മതി. ഇത് കുഴിച്ചു വരേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മളിവിടെ ഒരു മീറ്റിംഗെല്ലാം വെച്ചിട്ട് ആൾക്കാരെല്ലാം പറഞ്ഞിട്ട് ബോധ്യപ്പെടുക അതിനെപ്പറ്റി മുമ്പേ അങ്ങ് NH ഉണ്ടാക്കി കൊണ്ടുവന്നത് ഇതാണെന്ന് പറഞ്ഞ് വെച്ചു. ഇപ്പം കണ്ടില്ലേ, അനുഭവിച്ചില്ലേ. അതേപോലെ തന്നെയാണ് ഇപ്പം ചാല പാലത്തിൻ്റെ അടുക്കുന്ന ആ പാലം 2 തൂണിപ്പുറം മാറ്റി കഴിഞ്ഞാൽ ട്രാഫിക് ഇത്രയും ബ്ലോക്കുകളൊന്നും ഉണ്ടാവില്ല. അവിടെ അമ്മൂപ്പറമ്പിലൂടെ വരുന്ന റോഡുണ്ട്, അത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാം. ഇപ്പോൾ മണ്ണിടിച്ചിൽ ഈ ഭാഗത്ത് എല്ലാവരും ഉണ്ടോ? ഒരു ഭാഗം എല്ലായിടത്തും ഇപ്പോൾ കാണുന്നില്ല, പത്രങ്ങളിലും വായിക്കുന്നതാണെന്നില്ല മണ്ണിടിച്ചിലും. അത് ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ ഇതാ തുടങ്ങി. ഇനിയാണെന്ന് അറിയാം വരാൻ പോകുന്നത്. ആ ഇളകുന്നതിനിടെ പിന്നോട്ടേക്ക് മാറുകയായിരുന്നു. അതിനിടയിൽ വീണു ഈ തൊഴിലാളി. ആ സമയത്ത് ഈ കമ്പി കണ്ണിലേക്ക് തുളച്ച് കയറി അത് തലയൊട്ടി തന്നെ പൊളക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം, അതായത് തുളച്ച് കയറുകയായിരുന്നു. പിൻഭാഗത്തേക്ക് ഈ കമ്പി എത്തി എന്നാണ് പറയുന്നത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും വരുന്നത്. ഇത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് എങ്ങുമുള്ളത്. 2026 ആകുമ്പോഴേക്കും ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാനുള്ള പ്രവർത്തനത്തിലാണ് എല്ലാ കമ്പനികളും ഉള്ളത്. അതിനിടയിലാണ് ഈ കാലവർഷം നേരത്തെ എത്തി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇനി മഴ ശക്തമാകുമ്പോൾ എന്താകും അവസ്ഥ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. വലിയ ആശങ്ക ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. നമുക്കറിയാം, ഈ ദേശീയപാത യാഥാർത്ഥ്യമായാൽ നമ്മുടെ ഗതാഗത സൗകര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ വർദ്ധിക്കും. അത് കാത്തിരിക്കുകയാണ് കേരളം. പക്ഷേ അതിനിടയിലാണ് ഈ മഴ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അശാസ്ത്രീയമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള വിമർശനം കൂടി ഇതിനിടയിൽ വരികയാണ്. ഇവിടെ ഇത്തരത്തിൽ ആഴത്തിൽ മണ്ണെടുക്കുന്നതിനു പകരം
തൊട്ട് അപ്പുറത്തുള്ള ആ പാലം ഒന്ന് ഇങ്ങോട്ടേക്ക് നീട്ടിയിരുന്നുവെങ്കിൽ എന്ന ചോദ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളൊക്കെ ഇപ്പോൾ ഉയരുകയാണ്. നേരത്തെ പരാതി പറഞ്ഞവരൊക്കെ തന്നെ രംഗത്ത് വന്ന് ഇതിൻ്റെ DPRനെയും മറ്റും വിമർശിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ചാലക്കുന്നും ഇപ്പോൾ നീങ്ങാൻ പോകുന്നത്. ചാലക്കുന്നിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.